നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂസും സംബന്ധമായിട്ട് കുട്ടികളുടെയും വനിതകളുടെയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മുതിർന്നവരുടെയും എൽഡർലി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർക്കുള്ള സോഷ്യൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനമായി ICDS പോലുള്ള എക്സാമിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സിലബസിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ഈ എൽഡർ പേഴ്സൺസ്, റൈറ്റ്സ് ഓഫ് ദ എൽഡർലി എന്ന് പറയുന്നത് പോലെ എൽഡർ പേഴ്സൺസിനെ ഇന്ത്യയിൽ തന്നെ ഉള്ള നിയമം അവരെ സംരക്ഷിക്കണമെന്നും അവരുടെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഗവൺമെൻറ് ഓരോ പദ്ധതികൾ കൊണ്ടുവരേണ്ടതും എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതും എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന് പറയുന്നത്. ഈ ആക്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, 2011 സെൻസസ്, ഇതുവരെ 2011 സെൻസസ് വരെയാണ് നമുക്ക് കണക്കുകളുള്ളത്. അത് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവരുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് അത് 8.6% ആണ്. പിന്നെന്താണ്, അത് 2050 ആകുമ്പോഴേക്കും 21% അത് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഇവിടെയുള്ള മിക്ക ആൾക്കാരും അല്ലേ പുറം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ മാറി താമസിക്കുകയാണ് അല്ലേ. ഇവിടെ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ എല്ലാവരും വിദേശത്ത് താമസിക്കുകയാണ്. അപ്പം ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു എൽഡർലി ഏജ് ഓൾഡ് സിറ്റിസൺസ്, അവരുടെ ഒരു ഇൻക്രീസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പം അവരുടെ ഒരു സംഖ്യ ഇങ്ങനെ കൂടി വരുമ്പോഴേക്കും അവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികളോടൊപ്പം അവരെ സംരക്ഷിക്കാനൊരു നിയമത്തിൻ്റെ അടിത്തറ കൂടിയും അത്യന്താപേക്ഷിതമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ആക്ട് അവിടെ വരുന്നത്. ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, ഇറ്റ് വാസ് എനാക്റ്റഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ്. നോക്കൂ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ്. അവിടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഏറ്റവും പ്രധാനം. ഇപ്പോൾ നടക്കുന്ന ഫിനാൻഷ്യൽ ഫ്രോഡ്, സ്കാംസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അവരെ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ വെൽഫെയർ സ്കീംസ് ആൻഡ് ഓൾസോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ്. ഇതാണ് ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് നിങ്ങൾ ഓർക്കുക. ഈ ആക്ട് പ്രകാരം എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. ഇറ്റ് റിക്വയർസ് ദ ചിൽഡ്രൻ ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ഫോർ ദെയർ പാരൻസ് ആൻഡ് ദി ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഓൾഡ് ഏജ് ഹോംസ്, എൻഷുർ മെഡിക്കൽ കെയർ ഫോർ സീനിയർ സിറ്റിസൺസ്. ഈ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സ്കീമും ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് അവെയർ ആയിരിക്കും. ആൻസർ ചെയ്താൽ എളുപ്പവും കൂടിയായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ. അപ്പോൾ എന്താണ് നോക്കും, ഏറ്റവും പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ഫോർ ദെയർ പാരൻസ് and the government to provide old age homes and ensure medical care for senior citizens. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഓൾഡ് ഏജ് ഹോംസും മെഡിക്കൽ കെയറും സീനിയർ മുതിർന്ന പൗരന്മാർക്ക് ഉറപ്പുവരുത്തേണ്ടതാണ്. മാതാപിതാക്കളെ പരിപാലിക്കേണ്ട കർത്തവ്യം, ടു പ്രൊവൈഡ്, അവർക്ക് ജീവനാംശം കൊടുക്കേണ്ടതായിട്ട് പറയുന്നത് അത് കുട്ടികളുടെ ഉത്തരവാദിത്തമായിട്ടും ഈ നിയമം പറയുന്നു. പൊതുവേ ഒരു ഫാമിലി സ്ട്രക്ചർ ഇല്ലാതിരുന്ന് ഒരു വ്യവസ്ഥയാണ് വിദേശ രാജ്യങ്ങളുണ്ടായത്. 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടേതായ രീതിയിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി, അവർക്ക് അവരുടെ ജോലി കണ്ടെത്തുന്നു, അവരവരുടേതായ ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ആ കുടുംബപരമായിട്ടൊരു ബന്ധങ്ങളൊന്നും അങ്ങനെ നിലനിൽപ്പുണ്ടായിരുന്നില്ല പണ്ട് കാലം തന്നെ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവർ മനസ്സിലാക്കുന്നു ദെയർ ഈസ് എ കൺസേൺ ഓർ ദെർ ഈസ് എ നീഡ് ഓഫ് എ ഫാമിലി ലൈഫ് ആസ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദെയർ മെൻ്റൽ ഹെൽത്ത് as well as to have a harmonious relation between the people around them, ആ സൊസൈറ്റിയിൽ. കാരണം ഇപ്പോൾ ഒരു കുടുംബം, ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, ആ രീതിയിലൊക്കെ ജീവിച്ച് പോകുമ്പോൾ തന്നെ ഒരു പ്രായം എത്തുമ്പോഴേക്കും സീനിയർ സിറ്റിസൺ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തന്നെ അവർ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് എപ്പോഴും ഹെൽത്ത് കെയറിലാണ് കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോകുന്നതും പോലും അവരെ നോക്കാനായിട്ട്. ഗവൺമെൻറ് അവിടുത്തെ രാജ്യങ്ങളിൽ സോഷ്യൽ സെക്യൂരിറ്റി അതിശക്തമായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട അവരുടെ
എല്ലാ കാര്യവും നോക്കാനാണ്. അവർക്ക് പെൻഷനും അതോടൊപ്പം അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും, അഥവാ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി എല്ലാ ചിലവുകളെല്ലാം ഗവൺമെൻറ് തന്നെയാണ് അവിടെയൊക്കെ നോക്കി നടത്തുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടേജ് ആണ് ഒരു മനുഷ്യനെ വാർദ്ധക്യത്തിലേക്ക് കൂടുതൽ നയിക്കുന്നത്, അല്ലേ? ആ ഒരു വിഷമതകൾ, ആരുമില്ല എന്നൊരു തോന്നൽ. അപ്പം അങ്ങനെയൊക്കെ ഒരു കുടുംബ വ്യവസ്ഥ തിരിച്ചു വേണമെന്നൊക്കെ അവിടെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ തുടർച്ച തന്നെ ആദ്യം മുതൽ തന്നെ ഒരു കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീസിസും ആൻറ്റി തീസിസും പോലെ ഹെഗലിൻ്റെ തിയറി പോലെയാണെന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് മാറ്റം, ഒരു സ്ഥലത്ത് വേറൊരു മാറ്റം, അതിങ്ങനെ മാറിയും വന്നും കൊണ്ടൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ നിയമപരമായിട്ട് അത് സ്ഥാപിക്കുകയാണ്. ഇറ്റ് ഈസ് an obligation of the children to give maintenance to their parents, and it is the duty of the government to provide old age homes and also medical care for senior citizens. മാത്രവുമല്ല, അഥവാ ഇവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഈ പറയുന്ന പോലെ വെൽഫെയർ ഇഷ്യൂസ്, ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻ ഇഷ്യൂസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവർക്ക് ആരെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക? ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സീനിയർ സിറ്റിസൺസ് അഡ്മിനിസ്ട്രേറ്റീവ്, നമ്മുടെ അവിടെ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ല, സീനിയർ സിറ്റിസൺസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ട്. അതോടൊപ്പം അപ്ലൈഡ് ട്രൈബ്യൂണൽസ് ടു എൻഷ്യൂർ മെയിൻ്റനൻസ്. ഈ സ്പെസിഫിക് സബ്ജക്റ്റ് മാറ്റർ അഡ്രസ്സ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അവരെ സമീപിക്കാമെന്നാണ് പറയുന്നത്. And Ministry of Law and Justice drafted a legislation titled The Maintenance of and Welfare of Parents and Citizens Act. നമ്മുടെ കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് ഡിസംബർ 31, 2007. എപ്പോഴാണ് പ്രസിഡന്റ് ഒപ്പുവെച്ച ശേഷം ഡിസംബർ 31, 2007 ഈ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. പിന്നെ വരുന്നത് ഇതിൽ പറയുന്ന പോലെ എന്ന് തൊട്ട് നിലവിൽ വരുമെന്ന് പറയുന്നതാണെങ്കിൽ, it shall come into force in a state on such date as the state government may appoint. അതാത് സംസ്ഥാന സർക്കാരുകൾ ഏത് ദിവസമാണോ ഇത് ഇനി തൊട്ട് പ്രാബല്യത്തിൽ വരേണ്ടത് അതനുസരിച്ചായിരിക്കും ഓരോ സംസ്ഥാനങ്ങളിലും ഈ ആക്ട് പ്രാബല്യത്തിൽ വരിക എന്നാണ് പറയുന്നത്. The act mentions that the persons would be considered as a senior citizen if he or she is a citizen and has attained the age of 60 years, 16 60 വയസ്സ്, അറ്റൈൻ ദ ഏജ് ഓഫ് 60 years or above. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കാനുള്ള കാരണം ഈ ഒരു ആക്റ്റാണ്. അതിനു മുമ്പും 60 വയസ്സെന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്. കാരണം എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവർ റിട്ടയർമെൻറ്റ് ഏജിൽ 60 വയസ്സ് പറയും. അപ്പോൾ സീനിയർ സിറ്റിസൺ ആയി എന്നൊരു കൺസെപ്റ്റിലാണത് വരുന്നത്. പക്ഷേ ഈ ആക്ട് വന്ന ശേഷം എല്ലാ സീനിയർ സിറ്റിസനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എനി സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യയിലുള്ള എല്ലാവർക്കും അത് കിട്ടില്ല. വിദേശത്തുനിന്ന് ഇവിടെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സീനിയർ സിറ്റിസൻ്റെ ആ ഒരു ഡെഫിനിഷനകത്ത് വരില്ല. ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ആ പൗരന്മാർക്കോ 60 വയസ്സിന് മുകളിലോ വയസ്സുള്ളവരെല്ലാം സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 2 Clause H ഓഫ് ദി ആക്ട്. ഈ നിയമത്തിൻ്റെ വകുപ്പ് 2 ഉപവകുപ്പ് Hലാണ് ഇത് പറയുന്നത്. ഈ ആക്ട് പ്രകാരം ആർക്കൊക്കെ ജീവനാംശം ക്ലെയിം ചെയ്യാം, മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം. ഏറ്റവും വലിയ പരാതിയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ പറയാൻ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രമൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ആർക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് പറയും. പക്ഷേ അങ്ങനെ എഴുതി വെച്ചാലും അതെല്ലാം കൈവശം വെച്ച ശേഷം അവരെന്താ ചെയ്യുക? ചിലവരെന്താ മാതാപിതാക്കളെ പുറന്തള്ളുകയും നടതള്ളുകയും ഒക്കെ ചെയ്യുന്ന, ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടുവിടുക, അല്ലെങ്കിൽ അമ്പലത്തിൽ ഗുരുവായൂരൊക്കെ നമുക്ക് ഇപ്പോഴും നടക്കുന്ന കുറേ വ്യവസ്ഥകൾ കാണാം. പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവരെ കൊണ്ട് നടതള്ളുക എന്നൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരെയാണ് ഇങ്ങനെ നടതള്ളിയിട്ടുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഇവർക്ക് പറയാനൊന്നുമില്ല. കാരണം എല്ലാം എഴുതി വെച്ചു, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഒരു ലൈഫ് ഇൻട്രസ്റ്റ് വയ്ക്കാതെയൊക്കെ ഒരു ഡീഡ് എഴുതി കൊടുക്കാറുണ്ട്, അറിയാമല്ലോ. അപ്പം ഇപ്പോൾ ഉള്ളവർക്ക് കുറച്ചും ഒരു ബോധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിൽപത്രം എഴുതുമ്പോൾ തന്നെ എൻ്റെ ജീവിതകാലം വരെ ഞാൻ ഇവിടെ നിൽക്കുവാനും എന്നെ നേരെ പരിപാലിക്കുമെന്ന ഉറപ്പിനാൽ ഞാൻ എൻ്റെ അവകാശം, ഈ വസ്തു എൻ്റെ ഈ മകന് അല്ലെങ്കിൽ ഈ മകൾക്ക് ഞാൻ നൽകുന്നു. ഞാൻ എൻ്റെ ലൈഫ് ഇൻട്രസ്റ്റ്, കാരണം മരിക്കുന്നത് വരെ എനിക്ക് നിൽക്കുവാനുള്ള അവകാശം ഞാൻ റീറ്റെയിൻ ചെയ്തിട്ട്
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഫുൾ അവകാശം ആർക്കാണോ വസ്തു എഴുതി കൊടുത്ത് അവരിലേക്ക് പോകുന്ന രീതിയിലൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്നിട്ടും ലൈഫ് ഇൻട്രസ്റ്റ് എഴുതി വെച്ചിട്ടും പുറത്താക്കുകയും അല്ലെങ്കിൽ എഴുതി വെക്കാതെ എല്ലാം മക്കൾക്ക് കൊടുത്ത ശേഷം മക്കൾ പുറത്താക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കേസ് കൊടുക്കാൻ സാധിക്കാൻ നോക്കും. സെക്ഷൻ 4 ഓഫ് ദി ആക്ട് മെൻഷൻസ് ദാറ്റ് എ സീനിയർ സിറ്റിസൺ ഇൻക്ലൂഡിങ് എ പാരൻറ്റ് ഹൂ ഈസ് അൺഏബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഫ്രം ഹിസ് ഓൺ ഏർണിംഗ് ഓർ പ്രോപ്പർട്ടി ഓൺ ബൈ ഹിം ക്യാൻ ക്ലെയിം മെയിൻ്റനൻസ്. ആ കിട്ടുന്നപ്പോൾ ഇദ്ദേഹത്തിനൊരു തുച്ഛമായ പെൻഷൻ തുക ഉണ്ടാവും, അല്ലെങ്കിലോ വസ്തുവകകളുണ്ടാവും. അതൊന്നും കൊണ്ടും ഇയാളെ പരിപാലിക്കാൻ ആ പൈസ ഒന്നുകൊണ്ടും ഇയാൾക്ക് വേണ്ട മരുന്ന്, ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ എക്സ്പെൻസസ്, ബാക്കിയുള്ള എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പെൻഷൻ തുകയോ ഇദ്ദേഹത്തിന് സ്വത്ത് ഒന്നും തികയുന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിന് ജീവനാംശം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം. ആരിൽ നിന്നും? അവരുടെ മക്കളിൽ നിന്നും. ആക്ട് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദ പേഴ്സൺ ക്ലെയിമിംഗ് ദ മെയിൻ്റനൻസ് ഈസ് എ പാരൻറ്റ് ഓർ ഗ്രാൻഡ് പാരൻറ്റ് ദെൻ ഹീ ക്യാൻ ഡു സോ എഗൻസ്റ്റ് വൺ ഓർ മോർ ഓഫ് ഹിസ് ചിൽഡ്രൻ നോട്ട് ബീയിങ് എ മൈനർ. ഇപ്പം എന്താണ് എനിക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെടാൻ അച്ഛനമ്മമാർക്കല്ല അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വരെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ആരോട് ചോദിക്കാം? മൈനർ അല്ലാത്ത അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളോട് അദ്ദേഹം ചോദിക്കും. മൈനർ എന്ന് പറഞ്ഞാൽ എത്ര? 18 വയസ്സിന് മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും മൈനറായിട്ടാണ് കണക്കാക്കുന്നത്. പ്രായമായില്ല എന്ന് പറയുന്ന രീതിയിൽ, അത് ബയോളജിക്കൽ ആസ്പെക്റ്റാണ്. മൈനർ എന്ന രീതിയിൽ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള, അപ്പോൾ അവരോടൊന്നും പോയിട്ട് എനിക്ക് ജീവനാംശം തരാൻ ഇതൊക്കെ ചോദിക്കാൻ പറ്റില്ല. അപ്പം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ട് എനിക്ക് നീ ജീവനാംശം തരണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അപ്പം അതാണ് പറയുന്നത്, നോട്ട് ബീയിങ് എ മൈനർ. അല്ലാത്ത പക്ഷം ഇപ്പോൾ വേണമെങ്കിൽ ഒരു മകൻ്റെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെ ഒരു മകളുടെ മാത്രം ചോദിക്കാം, എനിക്ക് ജീവനാംശം നീ തരണം എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി ചോദിക്കുക, ഈക്വലായിട്ട് നോക്കണം, ആ രീതിയിലൊക്കെ പറയാം. ആ വ്യവസ്ഥകളൊക്കെയാണ് ഈ ആക്ട് പ്രകാരം ഉള്ളത്. പക്ഷേ ഇത് പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ആക്ടിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ സീനിയർ സിറ്റിസൺസിൻ്റെ ഇടയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അവരറിയുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണ്? ദ ആക്ട് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദ പേഴ്സൺ ക്ലെയിമിംഗ് ദ മെയിൻ്റനൻസ് ഒരു പാരൻ്റ് ആണെങ്കിൽ ആ പാരൻറ്റിനും അവരുടെ കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ മൈനർ അല്ലാത്ത അവരുടെ സന്താനങ്ങളിൽ നിന്നും അവർക്ക് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാം. അത് രക്ഷകർത്താവ് അല്ലെ ഗ്രാൻഡ് പാരൻറ്റോ ആകാം എന്നാണ് പറയുന്നത് സെക്ഷൻ 4 പറയുന്നത്. നിങ്ങൾ ഈ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് സെക്ഷനിൽ മെയിനായിട്ട് ക്ലെയിം മെയിൻ്റനൻസ് എന്താണെന്ന് ഓർക്കുക. പിന്നെ ഈ പറയുന്ന വാക്കുകൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണ് നമുക്കത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാകുന്നത്. പിന്നെ വരുന്നത് however if the claimant is a childless senior citizen then he can do so against his relative. Here relative would mean any legal heir of the childless. നോക്കും, ഇപ്പോൾ അവർക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, അങ്ങനെയാണെങ്കിൽ എവിടുന്ന് ജീവനാംശം ചോദിക്കും? അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്ന് അല്ലെ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാം. ഇവിടെ ബന്ധുക്കൾ എന്ന് പറയുന്ന എനിവൺ ഹൂസ് എ റിലേറ്റീവ് വുഡ് മീൻ എനി ലീഗൽ ഹയർ ഓഫ് ദ ചൈൽഡ്ലെസ്. അപ്പം ഇയാൾക്ക് മക്കളില്ല അല്ലെങ്കിൽ ചെറുമക്കളൊന്നുമില്ല, അങ്ങനെയുള്ള ആൾക്ക് അയാളുടെ സഹോദരിയുടെ മക്കളിൽ നിന്നോ അല്ലെ അയാളുടെ സഹോദരങ്ങളിൽ നിന്നോ അവർ നിന്നൊക്കെ ജീവനാംശം ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. എ സീനിയർ സിറ്റിസൺ ഹൂ ഇസ് നോട്ട് എ മൈനർ ആൻഡ് ഈസ് ഇൻ പൊസഷൻ ഓഫ് ഓർ വുഡ് ഇൻഹെറിറ്റ് ഹിസ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഹിസ് ഡെത്ത്. സെക്ഷൻ 2 ക്ലോസ് G. അല്ലെങ്കിൽ ആരുടെ നിന്നും ക്ലെയിം ചെയ്യാം? ഇപ്പം സീനിയർ സിറ്റിസൺ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അങ്ങനെ പറയാനായിട്ട് ഇല്ല, ഒരു മക്കൾ അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയും ഇയാൾ മരിച്ച ശേഷം ഇത് വെച്ച് സെക്കൻഡ് പാര ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇയാൾ മരിച്ച ശേഷം ഇയാളുടെ വസ്തുവകകളിലുള്ള അവകാശം ആർക്കാണോ ലഭിക്കുന്നത്, നോട്ട് ബീയിങ് എ മൈനർ, അത് മൈനർ ആവാൻ പാടില്ല. മൈനർ അല്ലാത്ത ആർക്കാണോ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്തവകാശങ്ങൾ കിട്ടുക, ആർക്കാണോ കിട്ടുന്നത് അയാൾ ഈ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സീനിയർ സിറ്റിസൻ്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസന് ജീവനാംശം നൽകുവാനായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ ഇദ്ദേഹത്തിന് മക്കളില്ല, ഇദ്ദേഹത്തിന് സ്വത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്ത് ഓട്ടോമാറ്റിക്കലി ആർക്കാണോ പോകുന്നത്, ആർക്കാണോ സ്വത്ത് കിട്ടുന്നത് അയാൾ എന്ത് ചെയ്യണം? ഈ സീനിയർ സിറ്റിസനെ പരിപാലിക്കണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പരിപാലിക്കണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്, സെക്ഷൻ 2 ക്ലോസ് G പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്
ഓർക്കേണ്ടത്. സെക്ഷൻ 4-ൽ 2 ക്ലോസ് ജി ആണ് അത് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് മെയിൻ്റനൻസ് സെക്ഷൻ 4 കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ക്ലെയിമിംഗ് മെയിൻ്റനൻസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 4. അപ്പോൾ ആ 4-ലാണ് ഇത് കാണുന്നത്. 4-ൽ സെക്ഷൻ ക്ലോസ് 2 ക്ലോസ് ജിയിൽ ഈ ആക്ടിനെ പറ്റി പറയുന്നു. ഈ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നു. എന്താണ് നേരത്തെ പറഞ്ഞ എന്താണ്? മക്കളില്ലെങ്കിൽ ആർക്കാണോ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളെ സ്വത്തിൻ്റെ അവകാശം വരുന്നത് അദ്ദേഹമായിരിക്കണം ഇയാളെ പരിപാലിക്കേണ്ടത് ആസ് പെർ ആ സെക്ഷനിൽ വരുന്നത്. പിന്നെയോ അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസ് എങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യാം, ആരിൽ നിന്നൊക്കെ ക്ലെയിം ചെയ്യാമെന്ന് കണ്ടു. അപ്പോൾ സെക്ഷൻ 4 പ്രകാരം ആർക്കൊക്കെ ക്ലെയിം ചെയ്യാം എന്ന് പറയുന്നു അല്ലേ മെയിൻ്റനൻസ്. സെക്ഷൻ 5 പ്രകാരം എന്താണ്? ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ ട്രൈബ്യൂണലല്ല കൊടുക്കുന്നത്. ട്രൈബ്യൂണൽ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ഈ ആക്റ്റിൽ സെക്ഷൻ 7-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രൈബ്യൂണൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ ആസ് പെർ സെക്ഷൻ 5 കൊടുക്കണം. ആ സെക്ഷൻ 5 പ്രകാരം ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറയുന്നു. എവിടെയാണ് കൊടുക്കേണ്ടത്? ട്രൈബ്യൂണലിൽ കൊടുക്കണം. ഈ ട്രൈബ്യൂണൽ എങ്ങനെയാണ് രൂപവത്കരിക്കുന്നത്? സെക്ഷൻ 7 പ്രകാരമാണ് ട്രൈബ്യൂണൽ രൂപവത്കരിക്കുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാം? ഹൂ ക്യാൻ ഗീവ് ആപ്ലിക്കേഷൻ? ഹൂ ക്യാൻ ഗീവ് ആപ്ലിക്കേഷൻ? സെക്ഷൻ 5-ൽ അങ്ങനെ വരുമ്പോൾ എന്താ ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ അതിൽ പറയുന്നു സീനിയർ സിറ്റിസൺ ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാരൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഇയാൾ ഓതറൈസ് ചെയ്യുന്ന ഒരു ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇയാൾക്ക് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ആപ്ലിക്കേഷൻ ട്രൈബ്യൂണലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ സ്വമേധയാ ഇതിനാണ് ഒരു കേസ് എടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ എന്താണ് ഒരു മെയിൻ്റനൻസ് കേസ് ട്രൈബ്യൂണലിന് സ്വമേധയ എടുക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക? പാരൻസിന് സാധിക്കും, സീനിയർ സിറ്റിസന് സാധിക്കും. അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് അവർക്ക് വേണ്ടി ജീവനാംശം ചോദിച്ചുകൊണ്ട് തന്നെ ട്രൈബ്യൂണലിലും ഒരു കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ തന്നെ ഒരു മെയിൻ്റനൻസ് കേസ് സ്വമേധയാ എടുക്കാം. അത് സെക്ഷൻ 5 പ്രകാരമാണ് ഈ പറയുന്നത്. സെക്ഷൻ 7 എന്ന് പറയുന്നത് എന്താണ്? ട്രൈബ്യൂണൽ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദ ട്രൈബ്യൂണൽ ദെൻ വിൽ ഇഷ്യൂ നോട്ടീസ് ടു ദ ചൈൽഡ് ഓർ റിലേറ്റീവ് ഓർ ദ കൺസേൺ പാർട്ടീസ്. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ എന്താ ചെയ്യുന്നു നോക്കും? ട്രൈബ്യൂണൽ നോട്ടീസ് കൊടുക്കും. വിൽ ഇഷ്യൂ ദി നോട്ടീസ് ആർക്ക്? ചൈൽഡ്. നേരത്തെ പറഞ്ഞു റിലേറ്റീവ് ഇൻ കേസ് ഓഫ് if he is not having any child or other concerned parties. Concerned parties എന്ന് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വസ്തു ആർക്കാണോ പോകുന്നത്? ചിലപ്പോൾ ഇയാളെ നോക്കുന്ന ഒരു കെയർ ടേക്കർ ഉണ്ടാവും. അപ്പോൾ ഇയാൾ പറയും എൻ്റെ കാലശേഷം എൻ്റെ വസ്തുക്കളൊക്കെ ഞാൻ നിനക്ക് എഴുതി തരാം, നീ എന്നെ നന്നായിട്ട് പരിപാലിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എഴുതി കൊടുത്താൽ അങ്ങനെ ആ വസ്തു അങ്ങനെ പോകും. വിൽപത്രമൊക്കെ എഴുതി കൊടുത്താൽ അയാളെ നോക്കണം. അപ്പം നോക്കിയില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ആളിൽ നിന്ന് തന്നെ ഈ സീനിയർ സിറ്റിസന് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതാണ് the tribunal then will issue the notice to the child or relative or other concerned parties. പിന്നെ ട്രൈബ്യൂണൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇടക്കാല ഉത്തരവുകൾ വിടാൻ സാധിക്കും. എന്താണ്? empowered to make interim orders regarding monthly allowance. അപ്പം ഒരു ട്രൈബ്യൂണൽ ജീവനാംശം ക്ലെയിം ചെയ്ത് ഒരു മുതിർന്ന പൗരൻ അല്ലെങ്കിൽ ഒരു പാരൻസ് മാതാപിതാക്കൾ കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പം കേസ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കേസ് തീരുന്നവരെ പൈസ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കോടതി സാമാന്യ നീതിയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രൈബ്യൂണലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ്? ഇടക്കാല ഉത്തരവിലൂടെ മാസാമാസം ഇത്ര രൂപ വീതം നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറയും. തുടർന്ന് അന്തിമ ഉത്തരവ് വരെ ആ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. അന്തിമ ഉത്തരവിൽ പിന്നെ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഇടക്കാല ആശ്വാസമായിട്ട് അവർക്ക് കിട്ടുന്ന എന്താണ്? റിഗാർഡിങ് മന്ത്ലി അലവൻസസ് ഫോർ മെയിൻറ്റെയിനിങ് ദ പാരൻറ്റ് ഓർ സീനിയർ സിറ്റിസൺ ആൻഡ് ക്യാൻ ആസ്ക് ദ ചൈൽഡ് ഓർ റിലേറ്റീവ് ടു പേ ദി മെയിൻ്റനൻസ് എമൗണ്ട് ഡ്യൂറിങ് ദ പെൻഡൻസി ഓഫ് ദി ഒറിജിനൽ ആപ്ലിക്കേഷൻ ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ്. രണ്ട് രീതിയിൽ ഇടക്കാലമായി മാസത്തിൽ ഇത്രയും പൈസ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്? ഈ ആപ്ലിക്കേഷൻ തീരുന്ന മുറയ്ക്ക് എത്രയാണോ മാസ ജീവനാംശം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും രൂപ
എത്രയാണോ പെൻഡിങ് ആയിട്ടുള്ളത് അത് ഒരുമിച്ചും കൊടുക്കാം, അല്ലെങ്കിൽ മാസാമാസം ഇത്ര രൂപ വെച്ച് കൊടുക്കാമെന്നുള്ള ഇടക്കാല ഉത്തരവുകൾ ട്രൈബ്യൂണലിന് നൽകാൻ സാധിക്കും ആസ് പെർ സെക്ഷൻ 5 ക്ലോസ് 2. ആസ് പെർ സെക്ഷൻ 5 ക്ലോസ് 2ലാണ് പറയുന്നത്. അതിനുശേഷം ഓർഡർ ഫോർ മെയിൻ്റനൻസ്. ട്രൈബ്യൂണലിന് അതിൻ്റെ വിധി കൽപ്പിക്കാം, ഓർഡർ ഉത്തരവിടാം. ഓർഡർ എന്നും ഉത്തരവ്, ജഡ്ജ്മെൻ്റ് ആണ് വിധി അല്ലേ, അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഓർഡർ ഫോർ മെയിൻ്റനൻസ് എന്താണ് ഉത്തരവ് പറയാം? ദ ട്രൈബ്യൂണൽ മേ പാസ് ആൻ ഓർഡർ ഡയറക്റ്റിംഗ് ചിൽഡ്രൻ ഓർ റിലേറ്റീവ്സ് to make a monthly allowance at such monthly rate for the maintenance of senior citizens or parent as it thinks fit for such parent or senior citizens. വേറൊന്നുമില്ല, മാസാമാസം ഇത്രയും കൊടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ട്രൈബ്യൂണലിൽ ഉത്തരവിടാം. പിന്നെ however before passing such order the tribunal has to take care of these points. അങ്ങനെ ട്രൈബ്യൂണൽ ഒരു ഉത്തരവ് ഇടുന്നെങ്കിൽ ഉത്തരവിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവരെന്താണ് ട്രൈബ്യൂണൽ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? that the children or relatives as the case may be have neglected or refused to maintain the parent or the senior citizen concerned. എന്താണ്? ഈ പറയുന്ന കുട്ടികളോ അടുത്ത ബന്ധുക്കളോ ഈ പാരൻറ്റിനെ അല്ലെങ്കിൽ സീനിയർ സിറ്റിസനെ അല്ലെങ്കിൽ ഈ പാരൻറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യുക, നോക്കാതെ ഉപേക്ഷിച്ച മട്ടിലൊക്കെ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഒരു തുക കൊടുക്കുന്നുണ്ട്, അവരുടെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാലും ഇനിയും വേണം. ഇപ്പോൾ ചില വീട്ടുകളിലൊക്കെ കാണും, ഇപ്പം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക, അച്ഛനും അമ്മയും ഒരു വീട്ടിലുണ്ടാവും. അതിൽ എൻ്റെ അധീനതയിലായിരുന്ന മകൻ അവൻ്റെ സ്നേഹം ഇപ്പോൾ വേറൊരു പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്, അമ്മായിയമ്മ മരിപ്പോൾ പോരൊക്കെയുള്ള ഒരു സിനാരിയോ നിങ്ങൾ ഓർത്തു നോക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ജീവനാംശം ക്ലെയിം ചെയ്യുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ സമയത്ത് അമ്മ ചോദിക്കും, ഇവൻ വീട്ടിൽ തരുന്നതൊന്നും ഇവിടെ തികയുന്നില്ല, ഇവനൊന്നും തരുന്നില്ല, ഇവനെ നേരെ നോക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ എന്നാണോ അവൾ വന്നത് അതിനുശേഷം അവളുടെ പുറകെ തന്നെ അവൻ എല്ലാ പൈസയും അവൾക്ക് കൊടുക്കുകയാണ്, നേരത്തെ കിട്ടിക്കൊണ്ടത് പകുതി പോലും കൊടുക്കുന്നില്ല, പകുതി പോലും തരുന്നില്ല, എൻ്റെ ആരോഗ്യം എന്നെ ജോലി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല, അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ഈ മകൻ എന്തെങ്കിലും എന്ന് വെച്ചാൽ റീസണബിൾ ആയിട്ടോട് കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ വരുമ്പം ഈ അമ്മ ചെന്ന് ഇതേപോലെ ട്രൈബ്യൂണൽ എന്നൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്താ പറയുക, ട്രൈബ്യൂണൽ ഏകപക്ഷീയമായിട്ടൊരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിലുണ്ടോ എന്ന് ട്രൈബ്യൂണൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? അവർക്ക് നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ചിൽഡ്രനും റിലേറ്റീവിനും ഒരു കൺസേൺഡ് പേഴ്സൺ. അപ്പം നോട്ടീസ് കൊടുക്കുമ്പം അവർ വരും, അവരുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷം മാത്രം ഈ പറയുന്ന രീതിയിലുള്ള ഒരു നെഗ്ലക്ഷൻ അല്ലെങ്കിൽ റെഫ്യൂസൽ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ട്രൈബ്യൂണലിൽ ഇതേപോലെ മന്ത്ലി അലവൻസ് ഉത്തരവിട്ട് കൊടുക്കാവുന്നതാണ്. മനസ്സിലായില്ല? ഏതാണ് ഇതിൻ്റെ പ്രോസസ്സ്? പിന്നെ വരുന്നതോ ദാറ്റ് ദ പാരൻ്റ് ഓർ സീനിയർ സിറ്റിസൺ ആസ് ദ കേസ് മേ ബി ഈസ് അണേബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ്. അപ്പം നേരത്തെ പറഞ്ഞും അവർ ഇതേപോലെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, റെഫ്യൂസ് ചെയ്യുന്നുണ്ടോ കുട്ടികളോ ഈ പറയുന്ന ബന്ധുക്കളോ. 2, ഈ പാരൻസിന് അവർക്ക് സ്വയം അവരുടെ വരുമാനം കൊണ്ടോ അവരുടെ സ്വത്ത് കൊണ്ടോ ഒന്നും അവർ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഒരു കാര്യം ട്രൈബ്യൂണൽ ഉറപ്പാവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവിടാം. പിന്നെയോ tribunal is also empowered to vary or cancel the earlier orders regarding monthly allowance if the tribunal consider it fit to do so in consequences of any decision passed by any competent civil court. സിവിൽ കോടതികൾ ട്രൈബ്യൂണലിന് കുറച്ച് മുകളിലാണ്. അപ്പോൾ എന്താണ്, അവരെന്തെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ട്രൈബ്യൂണൽ നേരത്തെ വിധിച്ചിട്ടുള്ള ഈ ജീവനാംശ ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകൾ, അതിൽ ചേഞ്ച് വരുത്താനോ അല്ലെ കൂട്ടാനോ അല്ലെങ്കിൽ അത് നേരത്തെ പുറപ്പെടുവിച്ചിട്ട് ഉത്തരവുകൾ റദ്ദാക്കുവാനുള്ള അധികാരവും ഈ ട്രൈബ്യൂണലുണ്ട്. അപ്പോൾ ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ സിവിൽ കോടതി സംബന്ധമായിട്ടൊരു ഉത്തരവ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ പാർട്ടീഷൻ സ്യൂട്ട്, ആ രീതിയിൽ പാർട്ടീഷൻ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് വസ്തുവൊക്കെ കിട്ടി, ഷെയറൊക്കെ കിട്ടി, അങ്ങനെ ഒക്കെ വരുമ്പം ഈ ഉത്തരവൊക്കെ സിവിൽ കോടതിയിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പം ഇവർ പുറപ്പെടുവിച്ച ഈ ഉത്തരവ് ഇവർക്ക് തന്നെ റദ്ദ് ചെയ്യാനുള്ള ഒരു പവറും ഈ ട്രൈബ്യൂണലിന് ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇത് ജനറലായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് സീനിയർ സിറ്റിസൺസ്, അതാണ് ഈ ആക്ടിൻ്റെ വേറെ പ്രധാനപ്പെട്ട. ഇതേപോലെ മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യും, ചോദിച്ച് മേടിക്കാം. അതുമാത്രമല്ല
എന്താണ് അവരുടെ വസ്തുവിനും ജീവനും സുരക്ഷ നൽകുക എന്ന് കൂടിയും ഈ ആക്ടിൻ്റെ പ്രത്യേകതയാണ്. ഇൻ ദ സിറ്റുവേഷൻസ് വെയർ ദ സീനിയർ സിറ്റിസൺ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്, ഈ ആക്ട് നിലവിൽ വന്ന ശേഷം എന്താണ് ഏതെങ്കിലും സീനിയർ സിറ്റിസൺ മുതിർന്ന പൗരന്മാർ അവരെന്ത് ചെയ്തു, അവരുടെ സ്വത്ത് വകകൾ മൂവബിൾ ഓർ ഇൻമൂവബിൾ വെച്ചാൽ നമുക്ക് ക്രയവിക്രയം ചെയ്ത് തന്നെ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇല്ലേ, വസ്തുവകകൾ നമുക്കങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വർണം അങ്ങനെ കുറേ ആഭരണങ്ങൾ അങ്ങനെ പഴയ പരമ്പരാഗതമായി മാറി വരുന്ന കൈമാറ്റം ചെയ്ത് വരുന്ന വസ്തുവകകൾ, സ്വർണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണെങ്കിൽ അത് എന്താണ് ഈ ആക്ട് വന്നതിന് ശേഷം ഈ സീനിയർ സിറ്റിസൺസ് അവരുടെ ഈ സ്വത്ത് വകകൾ ക്രയവിക്രയം ചെയ്തതിന് ശേഷം ആ ക്രയവിക്രയം അതെങ്ങനെയാണ്, ഗിഫ്റ്റ് പ്രകാരം, ഗിഫ്റ്റ് ഡീഡുണ്ട് നമുക്കിവിടെ ഇതെന്നാ ഇതുപോലെ സെറ്റിലും സെയിൽ വിലയാധാരമൊക്കെ പോലെ തന്നെ ഗിഫ്റ്റ് ഡീഡുണ്ട്. പരിപൂർണമായ സ്നേഹവാത്സല്യത്താൽ അതിൻ്റെ അതിരേകത്താൽ എന്നൊക്കെ പറഞ്ഞ് വേർഡിംഗ് ഒക്കെ ഉണ്ടാവും ആ ഡീഡിൽ. ഞാൻ എൻ്റെ കൊച്ചുമകന് എൻ്റെ സ്നേഹാധിക്യത്താൽ ഞാൻ ഈ വസ്തുവകകൾ അവന് സമ്മാനമല്ല, അതിന് വേറൊരു ഗിഫ്റ്റ് ഡീഡിന് വേറൊരു പേരുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഡീഡ് മലയാളത്തിൽ വേറെ പേരുണ്ട്. അല്ലാതെ അറിയപ്പെടുന്ന ഗിഫ്റ്റ് ഡീഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഈ വസ്തു കൈമാറ്റം ചെയ്യുന്നത് ഓർ ബൈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഓർ എനി സച്ച് ട്രാൻസ്ഫർ. ഇപ്പം ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. ഗിഫ്റ്റാകുമ്പോൾ എന്താ പൈസയൊന്നും മേടിക്കാതെ പൂർണ്ണ വാത്സല്യം, എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്, ഇതിപ്പോൾ എന്താ എൻ്റെ എല്ലാ എടുത്തോ കൊണ്ട് ആസ്വദിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും. മക്കൾ ആ വസ്തുക്കൾ പറഞ്ഞ പോലെ തന്നെ വസ്തുവൊക്കെ കൊണ്ടുപോയി ആസ്വദിക്കും, അമ്മച്ചി അവിടെ നിൽക്കുകയും ചെയ്യും. ആ രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ആക്ട് വന്ന ശേഷം ഗിഫ്റ്റ് ഡീഡ് അതുവഴി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ക്രയവിക്രയം നടക്കുകയാണെങ്കിൽ, ബട്ട് ദ കണ്ടീഷൻ ദാറ്റ് ദി ട്രാൻസ്ഫറി ഷാൽ പ്രൊവൈഡ് ഹിം ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ഫിസിക്കൽ നീഡ്സ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദി ട്രാൻസ്ഫർ. ഇതെന്താണ് കണ്ടീഷൻ. അങ്ങനെ ക്രയവിക്രയം ചെയ്യുമ്പോഴും ഉപാധി അതിലുണ്ട്. ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വസ്തുവകകൾ കൈമാറ്റം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആധാരത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ വയ്ക്കും. എന്താ കണ്ടീഷൻ നോക്കും, പ്രൊവൈഡ് ദാറ്റ് സീനിയർ സിറ്റിസൺ ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ഫിസിക്കൽ നീഡ്സ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ ട്രാൻസ്ഫർ. ക്രയവിക്രയം ചെയ്യും, മക്കളെ എൻ്റെ വസ്തുവകളൊക്കെ നിനക്കുള്ളത് തന്നെ, പക്ഷേ ഞാൻ മരിക്കണവരെ എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശം നീ എനിക്ക് തരണം. അത് ഈ ആധാരത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് തരുള്ളൂ. ഈ രീതിയിലുള്ള ഭാഷകൾ അല്ലേ ഒരു നോർമൽ വേയിൽ നമ്മൾ സംസാരിക്കും. അപ്പം അത് ഡോക്യുമെൻറ്റിൽ എഴുതപ്പെടും. അങ്ങനെ എഴുതി വച്ചിട്ട് കൂടിയും അങ്ങനെ വസ്തു കൈവശം വന്ന ശേഷം നേരെ നോക്കിയില്ല എങ്കിൽ, ഈ പറയുന്ന പോലെ ഈ കണ്ടീഷൻ അനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ, റെഫ്യൂസസ് ഓർ ഫെയിൽ ടു ഫുൾഫിൽ സച്ച് കണ്ടീഷൻ, അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, സച്ച് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അങ്ങനെ ക്രയവിക്രയം ചെയ്ത് ഈ വസ്തു എങ്ങനെ ക്രയവിക്രയം ചെയ്തെന്ന് പറയും, ഹാവ് ബീൻ മെയ്ഡ് ബൈ ഫ്രോഡ്, കൊയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ദി ട്രൈബ്യൂണൽ ക്യാൻ ഡിക്ലെയർ സച്ച് ട്രാൻസ്ഫർ ആസ് വോയിഡ് അണ്ടർ സെക്ഷൻ 23. സെക്ഷൻ 23 പ്രകാരം ഇപ്പോൾ വസ്തു എഴുതി കൊടുക്കുന്നു, അതിൽ ലൈഫ് ഇൻട്രസ്റ്റ് വയ്ക്കുന്നു, എന്നെ പൂർണ്ണമായി പരിപാലിക്കാമെന്ന് ഉറപ്പോടുകൂടി തന്നെ ഞാൻ എൻ്റെ പൂർണ്ണമായ വസ്തുക്കളെല്ലാം ഒരുവിധ ബാധ്യതകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി ഞാൻ എൻ്റെ മൂത്ത മകനായ ഇന്നയാൾക്ക് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത ശേഷം മൈൻഡ് ചെയ്തില്ല, ഈ പറഞ്ഞ പോലെ വസ്തുവിൽ 4 പറയുന്ന ലൈഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് അവരെ വീട്ടിൽ താമസിപ്പിക്കുന്നതൊന്നുമില്ല എങ്കിൽ, അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന വസ്തുവിനെ എന്തായിട്ട് കണക്കാക്കും, അത് കൊയേർഷൻ ഉപയോഗിച്ചോ ഫോഴ്സ്ഫുള്ളി പിടിച്ച് മേടിച്ചതായിട്ടോ. അമ്മ വസ്തുവൊക്കെ എഴുതാം, ഫാട്ടുമ്പോൾ അവസാനം ഞാൻ മാത്രമേ കാണുകയുള്ളൂ, എനിക്കെല്ലാം കൂടി എഴുതി തരണം എന്ന് പറയുന്ന രീതി കൊയേർഷൻ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നമ്മൾ നല്ല സോപ്പിട്ട് പതച്ച് അമ്മ നമുക്ക് യാത്ര ചെയ്യാം, അമ്മ ഇങ്ങനെ എഴുതി തരാം, അമ്മ എന്ത് വസ്തുവൊക്കെ പിടിച്ച് കെട്ടിയിരിക്കണം, എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം, എൻ്റെ വീട്ടിൽ വന്നില്ല. അപ്പോൾ പല ജില്ലയിലായിരിക്കും മക്കളൊക്കെ ഉണ്ടാവുക, അതൊക്കെ അമ്മ എഴുതി തരാം, ബാക്കി അമ്മ നോക്കിയാൽ, അമ്മ എന്തിനാ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണം, നമുക്ക് പല അമ്പലങ്ങളിലൊക്കെ പോകും, ഗോവയിലൊക്കെ ഗുരുവായൂരപ്പൻ അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വെക്കും. അവസാനം
വസ്തുവകളൊക്കെ എഴുതി വയ്ക്കും, ഒന്നും കിട്ടൂല ഇല്ലേ, അവരെ നേരെ നോക്കുകയില്ല, വേറെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി നട തള്ളി വിടും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം നടക്കുകയാണെങ്കിൽ അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓരോ മിസ്റെപ്രസെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പോലെ ആ ഒരു സ്വാധീനം, അത് നല്ല സ്വാധീനമല്ല, അത് ചതിക്കണം എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ സ്വാധീനം ചെലുത്തിയും വസ്തു കൈവശപ്പെടുത്തുകയോ ഫോഴ്സ്ഫുള്ളി ഭീഷണിപ്പെടുത്തി എഴുതി തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്, നിങ്ങളെ ചവിട്ടിക്കൂട്ടും, പുറത്ത് ശബ്ദം ഉണ്ടാക്കിയ ഇതൊക്കെ വാർത്തകളിൽ കാണുന്നതാണ്. ഈ ഡയലോഗ് നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ടി വിയിലൊക്കെ കാണാം, ഒരു മരുമകളെ ഒരു അമ്മയെ എടുത്തിട്ട് ചവിട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. പല പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് ഒരു കൊയർഷൻ. ഫ്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു വെള്ള പേപ്പറിൽ അമ്മ ഇവിടെ നിന്ന് ഒപ്പിട്ടതാ, ഇത് എന്താണ് ആധാറിൽ പുതിയ ഇത് ഒപ്പിട്ടിട്ട് ബാങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ആധാറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് വെള്ള പേപ്പർ കൊണ്ട് കൊടുക്കും. ആ മക്കളെ വിശ്വസിച്ച് ആ മക്കളാണ് ദൈവ മക്കളാണ് എല്ലാ സത്യം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കും. വേണമെങ്കിൽ സീലും കൂടി വെച്ച് കൊടുക്കും, തമ്പ് ഇംപ്രഷനും കൂടി വെച്ച് കൊടുക്കും. മക്കൾ ഈ വെള്ള പേപ്പറും കൊണ്ട് വെഡലും ചെയ്തിട്ട് ഒരു ഡീഡ് ഇറക്കും, വസ്തു കൈവശപ്പെടുത്തും. ഫ്രോഡ് കൊയർഷൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഈ പറയുന്ന രീതിയിലായിരിക്കും ആ വസ്തു കൈവശപ്പെടുത്തിയതെന്ന് ട്രൈബ്യൂണൽ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ എങ്ങനെ ഈ ലൈഫ് ഇൻട്രസ്റ്റ് എന്താണ്, എന്നെ നേരെ പരിപാലിക്കാമെന്നുള്ള ഉപാധിയോടുകൂടി ഞാൻ എൻ്റെ വസ്തുവകകൾ എന്താണ് ഗിഫ്റ്റ് ഡീഡായിട്ടോ അല്ലെങ്കിൽ മറ്റു വഴിയിലോ എൻ്റെ മക്കൾക്ക് ഞാൻ നൽകുകയും ആ നൽകുന്നത് വഴി ആ ആധാരത്തിൽ പറയുന്ന രീതിയിൽ എന്നെ പരിപാലിക്കാതിരിക്കുകയാണെങ്കിൽ, അത് ട്രൈബ്യൂണലിന് ബോധ്യമാവുകയാണെങ്കിൽ അങ്ങനെ ക്രയവിക്രയം ചെയ്ത് ഈ വസ്തുവകകൾ അത് ശരിയായ രീതിയിലല്ല കൈവശം വന്നത് അല്ലെങ്കിൽ മേടിച്ചെടുത്തതെന്ന് ട്രൈബ്യൂണലിന് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ വരുമ്പം ആ ക്രയവിക്രയം അസാധുവാകും, വോയിഡാകും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ എൽഡർ സിറ്റിസൺസിനെ സംബന്ധിച്ച്. എത്ര കേസുകളാണെന്നറിയോ കോടതിയിൽ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ആക്ട് വന്നതിൻ്റെ ചെറിയൊരു ആശ്വാസമാണ് ഈ പറഞ്ഞൊരു കാര്യം. ബിഫോർ ദി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, ദ ഓൺലി റെമഡി അവൈലബിൾ ടു സീനിയർ സിറ്റിസൺസ് ഇൻ സച്ച് കേസസ് വാസ് ടു അപ്രോച്ച് the court to ask for maintenance from the children to whom he had transferred the property, but then also this property would be the exclusive property of the transferee and the senior citizen had no right of such property. അപ്പം ഇത് ചേർത്തത്, ഈ ആക്റ്റിൽ ഇതിങ്ങനെ എഴുതി ചേർത്തത് എന്തുകൊണ്ടും നല്ലൊരു ഉദ്ദേശത്തോടെ എൽഡർലി അവരുടെ പൂർണ്ണമായ വെൽഫെയർ, അവരുടെ എല്ലാ കാര്യവും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലോസ് നിയമത്തിൽ എഴുതി ചേർത്തത്. അപ്പം അതിനില്ലായിരുന്നപ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയാണ്. മുമ്പാണെങ്കിൽ കോടതിയിൽ പോയിട്ട് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യും, പക്ഷേ എഴുതി കൊടുത്ത വസ്തുവിന് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് അവരുടെ തന്നെ പ്രോപ്പർട്ടി ആയിട്ടിരിക്കും, അതൊന്നും ക്ലെയിം ചെയ്യാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ ഈ നിയമം അങ്ങനെയല്ല. ഇതും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ട്രൈബ്യൂണലിനത് ശരിയായ രീതിയിലുള്ള ക്രയവിക്രയമല്ല നടന്നതെന്ന് പറയാൻ സാധിക്കും. But by applying the provision of this act, the senior citizen can reclaim the property from the transferee. ഈ നിയമപ്രകാരം the senior citizen can reclaim his property from the transferee. ആ പ്രോപ്പർട്ടി റീക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഈ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് എന്നാണ് പറയുന്നത്. ഓൾഡ് ഏജ് വൃദ്ധസദനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നു. ഇറ്റ് മേക്സ് കമ്പൽസറി, നിർബന്ധമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് to establish and maintain at least one old age home in each district to accommodate a minimum of 150 senior citizens who are indigent. സെക്ഷൻ 19 പ്രകാരം ഇപ്പം ആരുമില്ല, ഉപേക്ഷിച്ചൊരവസ്ഥ, വീട്ടിൽ നിൽക്കാനും നിർവാഹവും ഇല്ല, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യണം? എല്ലാ ജില്ലകളിലും ഒരു വൃദ്ധസദനമെങ്കിലും ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ഒന്നിൽ 150 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്രയും സൗകര്യമുള്ള ഒരു വൃദ്ധസദനമായിരിക്കണം അവർ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നും ഈ ആക്ട് പറയുന്നു, സെക്ഷൻ 19 പറയുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ മെഡിക്കൽ സപ്പോർട്ട്, നേരത്തെ പറഞ്ഞു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓൾഡ് ഏജ് ഹോംസും പിന്നെ ഈ മെഡിക്കൽ സപ്പോർട്ടും പറഞ്ഞു. എന്താണ് മെഡിക്കൽ സപ്പോർട്ട് പറയാം? The state government shall ensure by section 20
the hospitals which are controlled by the government or hospitals which receive whole or part of their fund from the government shall provide beds for all senior citizens as far as possible. സീനിയർ സിറ്റിസണ് ഹോസ്പിറ്റൽ ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടോടുകൂടി റൺ ചെയ്യുന്ന അല്ലാത്ത ആശുപത്രികളിൽ എല്ലാം സീനിയർ സിറ്റിസൺസിന് അവർക്കൊരു കിടക്ക അവിടെ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത്. മാത്രവുമല്ല, സെപ്പറേറ്റ് ക്യൂസ് ബി അറേഞ്ച്ഡ് ഫോർ സീനിയർ സിറ്റിസൺസ് സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ലോങ് ഇൻ ദ ക്യൂ. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ എന്ന സംവിധാനം കൂടി ഉറപ്പാക്കേണ്ടതും സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. ഹോസ്പിറ്റൽ മാത്രമല്ല, പല പല എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലും സീനിയർ സിറ്റിസൺസിന് അവർക്ക് പ്രത്യേക ക്യൂ കൊടുക്കണം. ഇപ്പോൾ വനിതകൾക്ക് പ്രത്യേക ക്യൂ എന്ന പോലെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ എന്ന രീതിയിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ചിലയിടത്തൊക്കെ നമുക്ക് കേരളത്തിലൊക്കെ കാണാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ, മെയിൻ ഹെഡ് ഓഫീസുകളിലൊക്കെ പോവുകയാണെങ്കിൽ സീനിയർ സിറ്റിസൺസ് അവിടെ സർവീസ് അവൈൽ ചെയ്യാൻ പ്രത്യേക ക്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ റിലീജിയസ് പ്ലേസസിലൊക്കെ ആണെങ്കിൽ പോകുമെങ്കിൽ അവർക്ക് ഇപ്പോൾ ദർശനത്തിനോ അല്ലെങ്കിൽ അമ്പലത്തിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക ക്യൂ ഉണ്ടാകും. പിന്നെ അല്ലാതെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ പ്രത്യേക ക്യൂ ഒക്കെ എപ്പോഴേ ഉണ്ട്. പിന്നെ ഇത് ഉറപ്പ് വരുത്തണമെന്ന് അവർക്ക് പ്രത്യേക ക്യൂ അവർക്ക് കൊടുക്കണം. ഇപ്പം ഈ അക്ഷയ സെൻറ്റേഴ്സിൽ എന്തെങ്കിലും സർവീസ് സേവനം, സർക്കാർ സേവനം ലഭ്യമാകുന്ന ഇത് അവർക്കും പ്രത്യേക ക്യൂ മുൻഗണന കൊടുക്കണം എന്ന് പറയുന്നു. പിന്നെ ഫെസിലിറ്റി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് ടെർമിനൽ ഡീജനറേറ്റീവ് ഡിസീസസ് എക്സ്പാൻഡഡ് ഫോർ സീനിയർ സിറ്റിസൺസ്. അവർക്ക് വേണ്ടി അവരുടെ ക്രോണിക് ഡിസീസസ്, ടെർമിനൽ ഡിസീസസ്, ഡീജനറേറ്റീവ് ഡിസീസസ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ടെർമിനലിൽ ഒരാൾ മരണത്തിലേക്ക് നയിക്കുന്ന അസുഖങ്ങൾ ഇതൊക്കെ ബാധിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഫോർ സീനിയർ സിറ്റിസൺസ്, റിസർച്ച് ആക്ടിവിറ്റീസ് ഫോർ ക്രോണിക് എൽഡർലി ഡിസീസസ് ആൻഡ് ഏജിങ് ഈസ് എക്സ്പെൻഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യുക. ആൻഡ് ദെയർ ആർ ഇയർ മാർക്ഡ് ഫെസിലിറ്റീസ് ഫോർ geriatric patients in every district hospital duly headed by a medical officers with experience in geriatric care. Earmarked facilities for geriatric patients എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് പേഷ്യൻസ്, ഓൾഡ് ഏജ് പേഴ്സൺസ് നീഡിങ് സ്പെഷ്യൽ കെയർ. ഈ പാലിയേറ്റീവ് പോലെയൊക്കെ അതിൻ്റെ ഏകദേശമൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിന് സ്പെഷ്യൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ദാറ്റ് ഷുഡ് ബി ഹെഡഡ് ബൈ ജെറിയാട്രിക് കെയറിൽ അതിലുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു മെഡിക്കൽ ഓഫീസറായിരിക്കണം ഇതിൻ്റെയൊക്കെ മേധാവിയായിട്ട് വരേണ്ടത്. മാത്രമല്ല, ഗവൺമെൻറ് ഉറപ്പ് വരുത്തേണ്ടതാണ് ഈ സീനിയർ സിറ്റിസണിൻ്റെ ക്ഷേമ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, സാമൂഹ്യക്ഷേമം, അവരുടെ പൊതുവായിട്ടുള്ളൊരു വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുക, അതിൽ പബ്ലിസിറ്റി കൊടുക്കുക, അവർക്കും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്കൊരു അവബോധം കൊടുക്കുക. അത് ജനങ്ങളുടെ എല്ലാവരിലേക്കും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരിലേക്കും എത്തിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ സ്കീമിൽ അവർ ചെയ്യേണ്ടതായിട്ടാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. ഗവൺമെൻറ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എന്താ പറയുന്നത്? ഷാൽ ടേക്ക് മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് എന്ത് ചെയ്യണം? വൈഡ് പബ്ലിസിറ്റി, ഈ പറയുന്ന പോലെ ഇവരുടെ നിയമം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത, വൈൽഡ് പബ്ലിസിറ്റി കൊടുക്കണം ത്രൂ മീഡിയ ഇൻക്ലൂഡിങ് ടെലിവിഷൻ, റേഡിയോ, പ്രിൻ്റ്, റെഗുലർ ഇൻ്റർവെൽസിന് ഇടയിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ പ്രൊട്ടക്ഷൻ, ഇവർക്ക് വേണ്ട കെയർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഈ പറയുന്ന മീഡിയാസ് വഴി ഷെയർ ചെയ്യുക. ദ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ജുഡീഷ്യൽ സർവീസ് along with the central and state government officers are given periodic sensitization and awareness training on the issues relating to this act. അപ്പോൾ ഇതുമായിട്ട് ഈ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ പറയുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക്, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ പറയുന്ന പോലെ പീരിയോഡിക്സ് അവർക്ക് ഒരു റിഫ്രഷർ കോഴ്സ് പോലെ ഈ സീനിയർ സിറ്റിസൺ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്കൊരു റിഫ്രഷർ കോഴ്സ് പോലെയൊക്കെ അവരിലേക്ക് എത്തിക്കുകയും അതിൽ സെൻസിറ്റൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അവയർനെസ്, അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പിന്നെയോ effective coordination between the services provided by the concerned ministries or departments dealing with law, home affairs, health and welfare to address the issues of relative
എന്താണ് റിലേറ്റിംഗ് ടു വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺസ്. ഒന്നുമില്ല, സീനിയർ സിറ്റിസൺസിന് അവരുടെ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് ഈ വകുപ്പുകൾ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ, ഒരു സഹകരണം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് എഫക്റ്റീവ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദി കൺസേൺ മിനിസ്ട്രീസ് വിത്ത് ഡീലിംഗ് വിത്ത് ലോ, ആഭ്യന്തരം, ഹോം അഫയേഴ്സ്, ഹെൽത്ത്, ആരോഗ്യം ആൻഡ് വെൽഫെയർ, സാമൂഹ്യക്ഷേമം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്ന് പറഞ്ഞ വകുപ്പ്. അപ്പം നിയമമന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു സഹകരണം അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോളിസീസ് ഫ്രെയിം ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരവും ഈ ആക്ട് നൽകുന്നു. സെക്ഷൻ 32 ക്ലോസ് 1 പ്രകാരം ഉത്തരവുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. അങ്ങനെ അത് ഉത്തരവായിട്ട് വരുമ്പോൾ തന്നെ അത് നിയമസഭയിൽ അത് അവതരിപ്പിച്ച് ബില്ലാക്കി അത് നിയമമായിട്ട് കൊണ്ടുവരാനും സാധിക്കും. ഈ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതാത് നിയമസഭകളിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൽ എന്താണ് അതുണ്ടാവും, വിധാൻസഭ, ജനസഭ. ഇപ്പം ലോക്സഭ, രാജ്യസഭ പോലെ അതാത് സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാകും. ഇപ്പോൾ കർണാടകയിലും യു പിയിലും ഒക്കെ അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എയ്തർ ഓഫ് ദ ഹൗസ്, ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസാണ് ഉണ്ടെങ്കിലോ അവിടെ മാത്രം ഇത് പ്രസൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എന്താണ് 2019 സെൻട്രൽ ഗവൺമെൻറ്റിൽ പാർലമെൻറ്റ് ഒരു ബില്ല് കൊണ്ടുവന്നു. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് അമെൻമെൻറ്റ് ബില്ല് 2019 കൊണ്ടുവന്നു. ആ ബില്ല് പ്രകാരം സ്റ്റെപ്പ് ചിൽഡ്രൻ, adoptive children, children in law and legal guardians of minor children under the definition of children. അതിനകത്ത് ചിൽഡ്രൻ, ഈ പാരൻസിൻ്റെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ലൈനിൽ മാത്രം വരുന്ന ആവില്ല. ഇപ്പോൾ സ്റ്റെപ്പ് ചിൽഡ്രൻ ഇൻക്ലൂഡ് ചെയ്തു, ദത്തെടുത്ത കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തു, ചിൽഡ്രൻ ഇൻ ലോ ആ രീതിയിൽ, ലീഗൽ ഗാർഡിയൻസ് ഓഫ് മൈനർ ചിൽഡ്രൻ അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് ചിൽഡ്രൻ. ഈ ചിൽഡ്രൻ്റെ ഡെഫിനിഷനകത്ത് ഈ പറയുന്ന ആ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ അണ്ടർ ദ ആക്ട് the maintenance tribunal may direct children to pay the maximum of 10,000 rupees per month as the maintenance amount. മാക്സിമം എമൗണ്ട് 10,000 രൂപ മാത്രമാണ് ഒരു ജീവനാംശമായിട്ട് കുട്ടികളെ കൊടുക്കാനായിട്ട് ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ സാധിക്കുക എന്ന് 2019 അമെൻമെൻറ്റിൽ പറയുന്നു. പിന്നെയോ the bill removes the upper limit on the maintenance fee. മെയിൻ്റനൻസ് ഫീയുടെ അപ്പർ ലിമിറ്റ് റിമൂവ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു മെയിൻ്റനൻസ് ഫീ എന്ന് പറയുന്നത്, ഇപ്പോൾ കേസ് അത് ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ഫീ അടയ്ക്കണം, അതിൻ്റെ അപ്പർ ലിമിറ്റ് ഉണ്ട്, ഇത്ര വരെ അടയ്ക്കാം, അതില്ല, അപ്പർ ലിമിറ്റ് റിമൂവ് ചെയ്യുന്നു. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ സീനിയർ സിറ്റിസൺസ് ടു അപ്പീൽ ദ ഡിസിഷൻസ് ഓഫ് ദി മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. ഇപ്പോൾ ഈ ട്രൈബ്യൂണലിൻ്റെ ഡിസിഷൻ ഒരു വിധി പറയുന്നു, അതിൽ തൃപ്തരല്ല എങ്കിൽ അതിന്മേൽ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല പാരൻസിന് മാത്രമല്ല, ഈ കുട്ടികൾക്ക്, അവരുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണമെങ്കിൽ ഇപ്പോൾ വിധിയിൽ അസംതൃപ്തി ഇല്ല എങ്കിൽ, അത് ശരിക്കുമുള്ള നീതിപരമായിട്ടല്ല ആ വിധി വന്നതെങ്കിൽ അവർക്കും അപ്പീൽ പോകാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഈ ട്രൈബ്യൂണലിൻ്റെ ഡിസിഷനെതിരെ അപ്പീൽ പോകാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ അമെൻമെൻറ്റ് പ്രകാരം ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ മാനിച്ചില്ല എങ്കിൽ അവർക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ, ട്രൈബ്യൂണലിന് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടും പൈസ അടച്ചില്ല എങ്കിൽ ഫെയിലിയർ ടു പേ സച്ച് ഫൈൻ മേ ലീഡ് ടു ഇംപ്രിസൺമെൻറ്റ് അപ് ടു 1 month, 1 മാസം പിടിച്ച് ജയിലിലിടാനും, അല്ലെങ്കിൽ പൈസ അടയ്ക്കും വരെ അവരുടെ മക്കളെ, അതായത് ബന്ധുക്കളെ പിടിച്ച് 1 മാസം ജയിലടയ്ക്കാനും തടവിലടയ്ക്കാനായിട്ടുള്ള പവർ ട്രൈബ്യൂണലിൽ കൊടുത്തിട്ടുണ്ട്. ഈ അമെൻമെൻറ്റ് പ്രകാരം ദ ബിൽ പ്രൊവൈഡ്സ് ഫോർ ദ റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് കെയർ ഹോംസ് ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഹോം കെയർ സർവീസസ്. അപ്പം ഒരു സ്വകാര്യ വൃദ്ധസദനങ്ങളുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി ഹോമുണ്ട്, ഓൾഡ് ഏജ് കമ്മ്യൂണിറ്റി ഹോംസ് ഉണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഇവരെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ കൂടി ഈ അമെൻമെൻറ്റ് 2019 അമെൻമെൻറ്റ് ബില്ലിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസിൽ അതിൻ്റെ ഡെഫിനിഷൻ എക്സ്പാൻഡ് ചെയ്തു. അതിനകത്ത് ഹെൽത്ത് കെയർ ഉണ്ട്, സേഫ്റ്റി, സെക്യൂരിറ്റി ഫോർ പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ടു ലീഡ് എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി, സ്വാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്
രക്ഷകർത്താക്കൾക്ക് സീനിയർ സിറ്റിസൺസിന് എന്ത് ചെയ്യണം? അവരുടെ ആരോഗ്യപരമായിട്ടും അവരുടെ സുരക്ഷാപരമായിട്ടും അവരുടെ സംരക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിനകത്തൊക്കെ ഈ ജീവനാംശത്തിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവന്നു. പിന്നെ മെയിൻ്റനൻസ് ഓഫീസറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം ഇൻഷുർ ചെയ്യേണ്ടതാണ് ഈ കംപ്ലയിൻസ് വിത്ത് ഓർഡേഴ്സ് ഓൺ മെയിൻ്റനൻസ് പേയ്മെൻറ്റ്. ഇപ്പോൾ ഈ ട്രൈബ്യൂണൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അത് പൈസ കറക്റ്റായിട്ട് സീനിയർ സിറ്റിസൺസ് ലഭ്യമാകുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ട് മെയിൻ്റനൻസ് ഓഫീസറിനെ നിയമിക്കും. പിന്നെ ആക്ട് ആസ് എ ലൈസൺ ഓഫീസർ ഫോർ പാരൻസ് ഓർ സീനിയർ സിറ്റിസൺസ്. ഈ മെയിൻ്റനൻസ് ഓഫീസർ വിൽ ആക്ട് ആസ് എ ലൈസൺ ഓഫീസർ. ഈ സീനിയർ മുതിർന്ന പൗരന്മാർക്കും ഈ പറഞ്ഞ പോലെ ഈ മാതാപിതാക്കൾക്കൊക്കെ അവർക്കൊക്കെ അവരുടെ ലൈസൺ ഓഫീസറായിട്ട് എന്തിനാണ് മക്കൾ ഈ പറയുന്ന പൈസ അത് നൽകിയോ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഉത്തരവിട്ട് ആ ഒരു മെയിൻ്റനൻസ് എമൗണ്ട് ജീവനാംശം അത് നൽകിയിട്ടുണ്ടോ, ഇനി എത്ര പെൻഡിങ് ഉണ്ട്, അതൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് മെയിൻ്റനൻസ് ഓഫീസറിനെ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ തന്നെ എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ച്, വെൽഫെയർ സ്കീം സംബന്ധിച്ച്, ലീഗൽ ഇഷ്യൂ സംബന്ധിച്ചൊക്കെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു നിയമം. ഈ ഒരു നിയമത്തിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസൊക്കെ അറിയാൻ സാധിക്കും. അപ്ഡേറ്റഡ് റീഡിങ് ചിലപ്പോൾ ഈ പറയുന്ന സെഷനിൽ, ഇപ്പോൾ പാർലമെൻറ്റ് സെഷനിലൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ചിലപ്പോൾ റൂൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ വാസ് ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് എനാക്റ്റഡ്? ഏത് വർഷമാണ് ഈ ആക്ട് വന്നതെന്നാണ് ചോദ്യം. ഉത്തരം പറയുന്നത് 2007 ഇത് നിലവിൽ വരുന്നത്. പിന്നെ ഈ 2011 സെൻസസ് പ്രകാരം 60 വയസ്സിന് താഴെ ഉള്ള ജനസംഖ്യ എത്രയാണ്, ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ ശതമാനം എത്രയാണ് അക്കോർഡിംഗ് ടു 2011 സെൻസസ് എന്നാണ് ചോദ്യം. ഇതിൽ ആക്ടിൽ ആദ്യം തന്നെ പറഞ്ഞു 8.6% എന്ന രീതിയിലാണ് നമുക്ക് ഉത്തരം വരുന്നത്. പിന്നെ ഹൂ ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ഫോർ ദെയർ പാരൻസ് അണ്ടർ ദി ആക്ട്? അറിയാം, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണോ, ചിൽഡ്രൻ ആണോ, NGOs ആണോ, നെയ്ബേഴ്സ് ആണോ? ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ്, അവരില്ലെങ്കിലോ റിലേറ്റീവ്, അതുമില്ലെങ്കിലോ കൺസേൺ പാർട്ടീസ്. അത് നമ്മൾ ആക്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നാലാമത്തെ നോക്കാം. വാട്ട് ഡസ് ദി ആക്ട് റിക്വയർ ദി ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഫോർ സീനിയർ സിറ്റിസൺസ്? ഗവൺമെൻറ് എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്? ഓൾഡ് ഏജ് ഹോംസും മെഡിക്കൽ കെയറും. അവർക്ക് സീനിയർ സിറ്റിസൺസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല, ട്രാവൽ അലവൻസ് അല്ല, ടാക്സ് എക്സംഷനൊന്നുമല്ല, വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾഡ് ഏജ് ഹോംസും മെഡിക്കൽ കെയറുമാണ് ഈ ആക്ട് പ്രകാരം. സെക്ഷൻ 19 and 20 ഓർത്ത് വയ്ക്കുക. വിച്ച് സെക്ഷൻ ഓഫ് ദി ആക്ട് ഡിഫൈൻസ് ഹൂ ഇസ് എ കൺസിഡർ ആസ് എ സീനിയർ സിറ്റിസൺ? സീനിയർ സിറ്റിസൺ ഡിഫൈൻ ചെയ്യുന്ന ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഇതാണ്, ബി തന്നെയാണ്. സെക്ഷൻ 2 Clause Hലാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി ആക്ട്, ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ ആർക്കാ സാധിക്കുക? സീനിയർ സിറ്റിസൺസ് ഹൂ ഈസ് അനേബിൾ ടു മെയിൻറ്റെയിൻ ദംസെൽസ് ഫ്രം ദെയർ ഓൺ ഏർണിങ്സ് ഓർ പ്രോപ്പർട്ടി. ഇവർക്കാണ് ഈ മെയിൻ്റനൻസ് ക്ലെയിമും അവർക്ക് ആവശ്യപ്പെടാൻ ഉള്ള എലിജിബിലിറ്റി ഉള്ളത്. ചൈൽഡ്ലെസ് സീനിയർ സിറ്റിസൺസ് അല്ല, എനി സീനിയർ സിറ്റിസൺ അല്ല. ഈ പറയുന്ന കാര്യം, ഹു ഹാസ് ബീൻ നെഗ്ലക്റ്റഡ്, ഹു ഹാസ് ബീൻ റെഫ്യൂസ്ഡ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദി ചിൽഡ്രൻ ഓർ ദ റിലേറ്റീവ് ഓർ ദ കൺസേൺ പാർട്ടീസ്, അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ പാരൻസിന് അവർക്ക് ക്ലെയിം ചെയ്യാം. ഹൂ ക്യാൻ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ 5? ആർക്കാ ഫയൽ ചെയ്യാൻ സാധിക്കുക? സീനിയർ സിറ്റിസൺസിന് അല്ലെങ്കിൽ പാരൻസിനും, റിലേറ്റീവ് ഓഫ് ദ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ പാരൻറ്റ് ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. നമ്മൾ ആക്ടിൽ വ്യക്തമായി തന്നെ സെക്ഷൻ 5 പറയുന്നുണ്ട്. അപ്പോൾ എന്താ വരിക? ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ആക്ട് അലോസ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് എ സീനിയർ സിറ്റിസൺസ് പ്രോപ്പർട്ടി ടു ബി വോയിഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ദ അമെൻമെൻറ്റ് ബിൽ ഓഫ് 2019 റിമൂവ് ദി അപ്പർ ലിമിറ്റ് ഫോർ മെയിൻ്റനൻസ് ഫീ. അത് നമ്മൾ കണ്ടു, ശരിയാണ്. സെക്ഷൻ 32 ഓഫ് ദി ആക്ട് എംപവേഴ്സ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ടു അമെൻഡ് ദി ആക്ട്. അതാണോ? അല്ല, ഫോൾസ് ആണ്. എന്താ പറയുക? ഇറ്റ്സ് ഗിവൺ ദി അതോറിറ്റി ടു മേക്ക് റൂൾസ്. ഫോർ മേക്കിംഗ് റൂൾസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 32 ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ദി പവർ, നോട്ട് ഫോർ അമെൻഡിങ് ദി ആക്ട്. അപ്പം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 നമുക്കിവിടെ തന്നെ ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആൻസേഴ്സിൻ്റെ കൂടെ ഇംബൈബ് ചെയ്തേ ഉള്ളൂ. ട്രൈബ്യൂണലിൻ്റെ റോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്?
പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു സീനിയർ സിറ്റിസൺ ആണോ, എൻഷുറിങ് മെയിൻ്റെനൻസ് ആൻഡ് റിസോൾവിംഗ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട് ഓർ ഓർഗനൈസിങ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഫോർ സീനിയർ സിറ്റിസൺസ് ഓർ കണ്ടക്ടിങ് ഹെൽത്ത് ചെക്കപ്സ് ആണോ? അല്ല. എന്താണ്? എൻഷുറിങ് മെയിൻ്റെനൻസ് ആൻഡ് റിസോൾവിംഗ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട്, അതുമായിട്ട് ജീവനാംശം അതുമായിട്ട് അതിൻ്റെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇഷ്യൂസ് റിസോൾവ് ചെയ്യുക എന്നാണ് ട്രൈബ്യൂണലിൻ്റെ പ്രധാനമായ ഫംഗ്ഷൻ. പിന്നെ ദി ആക്ട് മാൻഡേറ്റ്സ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇൻ എവറി സിറ്റി ആണോ? അല്ല, എവറി ഡിസ്ട്രിക്റ്റ്. പിന്നെ ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 ഇൻക്ലൂഡ്സ് പ്രൊവിഷൻസ് ഫോർ മെഡിക്കൽ കെയർ ഓഫ് സീനിയർ സിറ്റിസൺസ്. യെസ്, ട്രൂ. The senior citizen can claim maintenance from any relative irrespective of inheritance. False. Irrespective of inheritance എന്ന വാക്കില്ല, റിലേറ്റീവ് എന്ന് ചോദിക്കാം. ഒരു ബന്ധവുമില്ലാത്ത ആൾ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് അകന്ന ബന്ധു ഇങ്ങനെ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ബന്ധത്തിന് സ്ഥാപിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങനെയൊന്നും കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. റിലേറ്റീവിൽ നിന്നും അത് ചോദിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. പ്രൊവിഷൻസ് ഫോർ മെഡിക്കൽ കെയർ ഫോർ സീനിയർ സിറ്റിസൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, എത്രയും സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദി ഇയർ 2005 ആണോ? സീനിയർ സിറ്റിസൺ 60 വയസ്സിന് മുകളിലുള്ളവരാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? ചിൽഡ്രൻ ആർ ലീഗലി ഒബ്ലൈസ്ഡ് ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ഫോർ ദെയർ പാരൻസ് അണ്ടർ ദി ആക്ട് ആണോ? അതെന്താണ്? കുട്ടികൾ നിയമപരമായി നിർബന്ധമായിട്ടും മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഏതാ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? 2 and 3 ആണ് ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇല്ല പ്രൊവിഷൻസ് ഉണ്ട്. ഇത്രയും എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനി ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.